ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1929 ദിവസമായി ഇന്ന് 2026 ആഗസ്റ്റ് മാസം 26 ബുധനാഴ്ച, 1202 ആണ്ട് ചിങ്ങമാസം 10 ഗുരുവചനങ്ങളിലൂടെ ആത്മജ്ഞാനിയായ സന്യാസി ഒരിക്കലും കോപിക്കരുത്, ദ്വേഷപ്പെടരുത്, ചീത്ത പറയുന്നവനെ ദുഷിക്കരുത്, എല്ലാവരോടും സ്നേഹപൂർവം പെരുമാറണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ മധുര സ്മരണകൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവേക ചൂടാമണിയിലെ ആദ്യ ശ്ലോകം തന്നെ അതിനുള്ള വഴി തുറന്നു തരുന്നുണ്ട്. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദപാദർ ജീവിച്ചിരുന്ന ഒരു ഗുരുവാണെന്നുണ്ടെങ്കിലും വേദാന്ത സിദ്ധാന്തത്തിൻ്റെ ദൃഷ്ടിക്ക് മാത്രം ഗോചരനും മറ്റു തരത്തിൽ അഗോചരനുമാണ് ആ ഗുരു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സത്യത്തിൻ്റെ ഭിന്നമുഖങ്ങൾ അതീവ സൂക്ഷ്മമായ തലത്തിൽ എങ്ങനെയാണ് യോഗാത്മകമായി വന്ന് ഒന്നു ചേർന്ന് തമ്മിൽ പുണർന്നിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം. 2 ധ്രുവങ്ങളിൽ നിന്നെന്ന പോലെ യാഥാർത്ഥ്യവും അറിവും അഥവാ സത്തും ചിത്തും വന്ന് സന്ധിച്ച് അദ്വയമായി പരമമായ പൊരുളിൻ്റെ സന്നിധാനത്തിൽ വിലയിക്കുന്നു. ഈ പരമ്പൊരുളാകട്ടെ പങ്കമറ്റംഗമില്ലാതെ പരിപാവനമായി സദാ വർത്തിക്കുന്നതിൽ പരമമായ ആരാധ്യ വസ്തുവായും അനുഭവപ്പെടുന്നു. ഭക്തിജ്ഞാന സമ്പ്രദായങ്ങൾ തമ്മിലുള്ള ദ്വൈതം അങ്ങനെ സ്വയം ഇല്ലാതായി പോകുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.